ഇന്നൊരു മിനി ട്രിപ്പാണ് കേട്ടോ. വിശന്ന് കുടൽ കരിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ പോണ വഴി ശരവണ ഭവനിൽ കയറിയിട്ട് നല്ല ഭക്ഷണം കഴിച്ച്. ശരവണ ഭവനെ പറ്റി എടുത്തു പറയാൻ കാരണം അതിലൊരു സർപ്രൈസും കൂടി ഉണ്ട്. ഇവിടെ ഫുഡ് മാത്രമല്ല കേട്ടോ, ഭക്ഷണം കഴിക്കാൻ വരുന്നവർക്ക് ഇഷ്ടമാണെങ്കിൽ ബുക്കും പർച്ചേസ് ചെയ്യാനായിട്ട് അവരൊരു ബുക്ക് ലൈബ്രറിയും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. റീഡ് ചെയ്യാനൊന്നും പറ്റില്ല, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ച ബുക്കാണ് കേട്ടോ ഈ ആൻ ഫ്രാങ്കിൻ്റെ ഡയറീസ്. അല്ല, കുട്ടീനെ പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടി സ്റ്റോറി ബുക്ക് ചോദിച്ചപ്പോൾ ഈ എടുത്ത പുന്താത്ത പുസ്തകത്തെ ഞാൻ തന്നെയാണ്. അതിൽ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്, എനിക്കും കൂടി വായിക്കാം. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ടായിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചത് ഈ ബുക്ക് വാങ്ങിക്കണം, ഇപ്പോഴും പക്ഷേ സമയം കിട്ടും. അങ്ങനെ ഞങ്ങൾ വന്നിരിക്കുന്നത് തുമ്പൂർമൊഴിയാണ് കേട്ടോ. അതിരപ്പള്ളിയിലേക്ക് 4-5 വട്ടം വന്നിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു പ്ലേസ് ഇവിടെ ഉണ്ടെന്ന്. കുട്ടികളെ കൊണ്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസും കൂടിയാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നതിനേക്കാൾ കൂടുതൽ വെറൈറ്റി ടൈപ്പ് ഓഫ് ബട്ടർഫ്ലൈസ് ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടാണോ ഇനിയിപ്പോൾ ഞങ്ങൾ ചെന്ന സമയം കൊണ്ടാണോ എന്നറിയില്ല, അവിടെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഒട്ടും ക്രൗഡഡ് അല്ലാത്ത ഒരു പ്ലേസ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ കാണുന്ന പാർക്കറ്റിൻ്റെ ഇടയിൽ വെള്ളം കുറവാണെങ്കിലും ചിലയിടങ്ങളിൽ റിബൺ കെട്ടിയിട്ടുണ്ട്. അവിടെ നല്ല ആഴുണ്ട് എന്നാണ് കേട്ടോ അറിയാൻ കഴിഞ്ഞത്. വലിയവർക്ക് കൂടുതൽ അതിരപ്പള്ളി ഇഷ്ടപ്പെടുമ്പോൾ എനിക്ക് തോന്നുന്നു കേട്ടോ കുട്ടികൾക്ക് കൂടുതലും തുമ്പൂർമൊഴി ഇഷ്ടപ്പെടാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ പിന്നെയും കാണാം കേട്ടോ.